അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KC അഭിലാഷ് അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി മിനു വർഗീസ്, ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, നമുക്കറിയാം ഇന്ന് ഇത്തരമൊരു വികസന സെമിനാർ സംഘടിപ്പിച്ചത് നമ്മുടെയൊക്കെ പഞ്ചായത്തിൽ തുടർന്ന് നടത്തേണ്ടി വരുന്ന പദ്ധതികളെക്കുറിച്ച് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് ഈ കരട് പദ്ധതി രേഖ നോക്കി പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിന്, അത് എഴുതി ചേർക്കുന്നതിനൊക്കെയുള്ള ഒരു അവസരമാണ് ഇന്നത്തെ ഈ വികസന സെമിനാർ. അത് ഏറ്റവും ഗുണപ്രദമായി വിനിയോഗിക്കാൻ കഴിയണം എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രിയങ്കരനായ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് നിലവിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്കറിയാം നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൊക്കെ ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങൾക്ക് ആവശ്യപ്രദമായ മുഴുവൻ പദ്ധതികളും യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വികസനങ്ങൾ നമ്മുടെയൊക്കെ പ്രദേശത്ത് കൊണ്ടുവരുന്നതിന് നിങ്ങളിലൂടെ, ജനങ്ങളിലൂടെ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് വിളിക്കുന്നതും വികസന സെമിനാർ സംഘടിപ്പിക്കുന്നതുമൊക്കെ. നിങ്ങൾ എഴുതി കൊടുക്കുന്ന പദ്ധതികൾ അത് നാളുകളിൽ അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ നമ്മുടെ പ്രദേശത്ത് യാഥാർത്ഥ്യമായി വരും എന്നുള്ളതാണ് ഈ വികസന സെമിനാർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് തയ്യാറാകണം. ഇവിടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജോളി ജോർജ് ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട ഒരുപിടി കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി. നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വന്യമൃഗശല്യമാണ്. നമുക്കറിയാം നമ്മുടെ നിയോജകമണ്ഡലത്തിൽ തന്നെ വന്യമൃഗശല്യത്തിന് യാതൊരു ശാശ്വതമായ പരിഹാരവും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇനിയുള്ള വർഷങ്ങൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള തരത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പ്രധാന ഊന്നൽ കൊടുക്കുന്ന തരത്തിലുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കാൻ, അതുപോലെ ഒട്ടനവധി പദ്ധതികളുണ്ട്. നമുക്കറിയാം നമ്മുടെ ആരോഗ്യ കേന്ദ്രം ഒരുപക്ഷെ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും അധികം ആദിവാസി ഊരുകളും അതുപോലെ തന്നെ SC ഉന്നതികളുമുള്ള ഒരു ഗ്രാമപഞ്ചായത്ത്. ആ ഗ്രാമപഞ്ചായത്തിൽ എടപ്പലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ചികിത്സ നൽകുന്നതിന്, മരുന്ന് നൽകുന്നതിന്, രോഗികളെ തുടർന്ന് കിടപ്പ് രോഗികളായ ആളുകൾക്കൊക്കെ കിടത്തി ചികിത്സ നൽകുന്ന തരത്തിലേക്കൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ വേണ്ട അടിസ്ഥാന സൗകര്യവും സ്ഥലവും കെട്ടിടവും ഉള്ളപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് ഉയർന്നു വരണം എന്നുള്ളത് കൊണ്ട് ആ രീതിയിലുള്ള വികസന കരട് പദ്ധതികൾ തയ്യാറാക്കുന്നതിന് കൂടി അവസരമുണ്ട്. നിങ്ങളാണ് അത് യാഥാർത്ഥ്യമാക്കേണ്ടത്. എൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്ത് കൂടിയായ റജീഷ് ഇരിക്കുന്നുണ്ട്. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം അദ്ദേഹത്തിന് വീട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ വീട് പണയാൻ കടന്നു ചെല്ലുമ്പോൾ കല്ല് കിട്ടാനില്ല. നമുക്കറിയാം നിർമ്മാണ മേഖല സ്തംഭിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം. അന്യ സംസ്ഥാനത്ത് നിന്ന് നമുക്ക് കല്ലും മണലും മെറ്റലും ഒക്കെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. അത്തരം സാഹചര്യങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ പ്രദേശത്ത് തന്നെ നിർമ്മാണ മേഖലയെ പുനർജീവിപ്പിക്കുന്നതിന് കഴിയുന്ന തലത്തിലുള്ള പദ്ധതികൾക്ക് കൂടി നേതൃത്വം നൽകാൻ ഉതകുന്ന തരത്തിലാകണം നമ്മൾ ഇതിന് മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടത്. മണലിപ്പുഴയുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം. മണലിപ്പുഴയുടെ സൈഡിൽ വെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് മണലിപ്പുഴയുടെ നവീകരണം നടപ്പിലാക്കുന്നത് ഉൾപ്പെടെ എല്ലാം നമ്മുടെ പദ്ധതി രേഖയിൽ വെച്ചിട്ടുണ്ട്. പീച്ചി ഡാമിൻ്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ അതെല്ലാം നമ്മുടെ പദ്ധതി രേഖകളിലുണ്ട്. അതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ നികത്തുന്നതിന്, നിങ്ങളുടെ പുതിയ ആശയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിനൊക്കെ ഈ വികസന സെമിനാർ ഉതകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നേരത്തെ ജോളി ജോർജ് സൂചിപ്പിച്ചതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഉള്ള ഓപ്പൺ ജിമ്മ് അത് വലക്കാവ് ഡിവിഷനാണ് ലഭിച്ചിട്ടുള്ളത്. മാരാക്കിൽ അതിന് സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാരാക്കിൽ തന്നെ അനുവദിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ ഇളയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.